ഹായ് ആൾ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇത് ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫും. അപ്പോൾ രാവിലെ എഴുന്നേറ്റതിന് ശേഷം ചായയൊക്കെ ഇട്ട് അതിന് ശേഷമാണ് മക്കൾ എണീറ്റ് നേരെ വന്ന് അവരുടെ കലാപരിപാടിയായി TV ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും TV കാണുന്നു, ഒരാൾ നിന്ന് കളിക്കുന്നു. അപ്പോഴത്തേക്കിന് ഞാൻ ആ പായും തലങ്ങനെയും എല്ലാം ഒന്ന് മടക്കി വെച്ച് പിന്നീട് ചായ, രണ്ടുപേർക്ക് പാലും ഒരാൾക്ക് മൂത്താൾക്ക് ചായയാണ് കേട്ടോ. അപ്പോൾ പാലിൽ ഇത്തിരി ബൂസ്റ്റും ഇട്ട് രണ്ടുപേർക്ക് കൊടുത്ത് പിന്നെ ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ബൂസ്റ്റ് ഇടാൻ നേരം അവന് വന്നിട്ട് ഒരേ നിർബന്ധം ബൂസ്റ്റ് ഇടണമെന്നേ. അതിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഒന്ന് എത്തി നോക്കിക്കൊണ്ട് നിൽക്കുകയാണേ. നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ ഒന്ന് ആറ്റിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അതിന് ശേഷം ഉമ്മ വന്നതിൻ്റെ വെള്ളം അടുപ്പിൽ വെച്ചിട്ടാണ് രാവിലെ ഒരട്ടി പരത്താൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ തലേന്ന് വെച്ചിട്ടുള്ള കുറുമ ഉണ്ടായിരുന്നു. അപ്പോൾ മുട്ട തീർന്നു പോയി. അതുകൊണ്ട് 2-3 മുട്ടയും കൂടി 4-5 മുട്ട ഇരുന്നത് അതെടുത്ത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് മതിയല്ലോ രാവിലത്തേക്ക്, കുറുമയും ഒരട്ടിയും. അപ്പോൾ ഉമ്മ ഒരിടത്ത് പ്രസ് ചെയ്തിട്ടും ഞാനങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ കുറുമ മാറ്റിയപ്പോഴത്തേന് വേറൊരു പാത്രം കൂടി എടുത്ത് ചുടാൻ വെച്ചിട്ട്, അപ്പോൾ 2 ചുട്ടെടുക്കുമ്പോൾ പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ. അങ്ങനെ ഒരട്ടിയെല്ലാം ചുട്ടെടുത്തതിന് ശേഷം അരി കഴുകിയ കുക്കറിൽ ചോറാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. വിറവിൻ്റെ ഷോർട്ടേജ് കാരണം കുക്കറിലാണ് ഇപ്പോൾ ചോറ് വയ്ക്കുന്നത്. അപ്പോൾ കുക്കറിൽ ചോറും അടുപ്പിലിട്ടതിന് ശേഷം ഞാൻ മക്കൾക്ക് 3 പേർക്കും കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ കിടന്ന് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഉച്ചക്കത്തേക്കൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴാണ് ചോദിച്ചാൽ ഉണക്കമീൻ കറി വെച്ചാൽ നന്നായിരിക്കുമല്ലോ. പക്ഷെ നമ്മളിതുവരെ വെച്ചിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് കേട്ടോ വയ്ക്കണം. അപ്പോൾ ഉണക്കമീൻ കറി വെക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ വാളയ്ക്ക് 50 രൂപയാണ് കേട്ടോ. അത് നഷ്ടമായിപ്പോയി. ഉമ്മ ആ സമയത്ത് മലക്കറി അരിയാൻ വേണ്ടി പോയി. ഉമ്മ മലക്കറി അരിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് പിന്നെ തേങ്ങ അങ്ങ് പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കറി അങ്ങ് പെട്ടെന്ന് ആക്കാമല്ലോ എന്ന്. ഞാൻ തേങ്ങയും പൊട്ടിച്ച് തിരികത്തില്ല കേട്ടോ. ഇപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ പൊട്ടിച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് 2 അടി അടിക്കുമ്പോഴത്തേക്കും അതങ്ങ് നമ്മൾ തേങ്ങ തിരുവെന്ന് കണക്കങ്ങ് വരും. അപ്പോൾ അതും ആക്കി ഉമ്മ വന്ന് ചീനിയും ഇളക്കി മാറ്റിയതിന് ശേഷം നല്ല ചൂടോടെ പപ്സ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പപ്സ് ഇട്ട് ചൂടോടെ കഴിച്ച് അപ്പോഴത്തേന് കറിയും അടുപ്പിലാക്കി തോരനും വെച്ച് മലക്കറി എല്ലാം കൂടി ഇട്ടൊരു തോരൻ വെച്ചാണ് കേട്ടോ. അപ്പോൾ യാമിലിനെ എടുത്തുകൊണ്ട് പോകാനുണ്ട്. പിന്നെ അടുക്കള ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കിയതിന് ശേഷം പാത്രമൊക്കെ കഴുകുണ്ടായിരുന്നു. തൂത്തിട്ട് വന്ന് പാത്രം കഴുകി കുളിക്കാമെന്ന് വിചാരിച്ച്. നമുക്ക് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു ചെറിയ കട്ടൻ ചായ ഇട്ട് ഒന്ന് നട്ടുച്ച സമയത്ത് കേട്ടോ കുടിച്ച് എന്തൊരാശ്വാസമായിരുന്നു അറിയാം. അപ്പോൾ പിന്നെ വാപ്പായും മോനൊക്കെ ചെയ്തിയൊക്കെ പറഞ്ഞതിന് ശേഷം ഇവർക്ക് ഹോംവർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവരെ കൊണ്ടൊന്ന് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ ഇവർ സ്വന്തമായിട്ട് ചെയ്തോളും കേട്ടോ. ഹോംവർക്കും ഇങ്ങനെ കളർ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇപ്പോൾ സ്കൂൾ തുറന്നപ്പോൾ പോകാനും. അപ്പോൾ അത് രണ്ടുപേരും ഒറ്റയ്ക്ക് ചെയ്തോളും. അപ്പോൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഒതുക്കി അവിടെ ഇരുന്നപ്പോഴാണ് കേട്ടോ പാറയിൽ പോകാൻ വാന്നും പറഞ്ഞ് വന്ന് വിളിച്ച്. അപ്പോൾ അവിടെയും പോയിട്ട് പിന്നെ രാത്രിയായി കേട്ടോ. വീട്ടിൽ തിരിച്ചു പോയപ്പം